രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായ ലോക് മന്ഥന് ഇന്ന് തെലങ്കാനയിലെ ഭാഗ്യനഗറിൽ തുടക്കമാകും. നാളെയാണ് ലോക് മന്ഥൻ 4ാം എഡിഷന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ്. രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, എത്ര വലിയ ഉത്സവം ആഘോഷം ആണ് തുടങ്ങാൻ പോകുന്നത്? വിവരങ്ങൾ എന്താണ്? ജിഷ്ണു കൃഷ്ണനാണ് ഹൈദരാബാദിൽ നിന്ന് ചേരുന്നത്. ഭാഗ്യനഗറിൽ അല്ലെ, ഭാഗ്യനഗറാണ് ഇതിന് വേദി. ജിഷ്ണു, എന്തൊക്കെയായ ഒരുക്കങ്ങൾ, ഇന്ന് എന്താണ് സംഭവിക്കുക? ഔപചാരികമായ ഉദ്ഘാടനം നാളെയാണ്. വിശദാംശങ്ങൾ. പ്രതിഭ വീണ, ഗുഡ് മോർണിംഗ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവത്തിനാണ് ഇന്ന് തെലങ്കാനയിൽ ഭാഗ്യനഗറിൽ തുടക്കമാകുന്നത്. പ്രജ്ഞാപ്രവാഹിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലോക് മന്ഥന്റെ 4ാമത്തെ എഡിഷൻ, ആദ്യ എഡിഷൻ ഭോപ്പാലിലായിരുന്നു, പിന്നീട് റാഞ്ചിയിൽ, കഴിഞ്ഞത് അസ്സാമിലെ ഗുവാഹത്തിയിലായിരുന്നു. ഇത്തവണ ഭാരതത്തിന്റെ ദക്ഷിണ മേഖലയിൽ ഭാഗ്യനഗറിലാണ് ലോക് മന്ഥൻ നടക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായും പ്രജ്ഞാപ്രവാഹിന്റെ തന്നെ ദേശീയ സംയോജക് ജെ നന്ദകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഇന്ന് ഭാഗ്യനഗറിൽ ലോക് മന്ഥന്റെ പ്രദർശനിയുടെ തുടക്കമാകുന്നു. ഔദ്യോഗിക ഉദ്ഘാടനം നാളെയാണ്. എന്തൊക്കെയാണ് ഇത്തവണത്തെ ലോക് മന്ഥന്റെ വിശേഷങ്ങൾ? ഏതാനും നിമിഷങ്ങൾക്കകം ഭാരതത്തിൻ്റെ മുൻ ഉപരാഷ്ട്രപതി ആദരണീയ വെങ്കയ്യ നായിഡുജി ഇവിടെ ശില്പാരാമത്തിൽ, ഭാഗ്യനഗറിലെ, അതായത് തെലങ്കാനയുടെ തലസ്ഥാനമായ ഭാഗ്യനഗറിലെ ഏറ്റവും പ്രസിദ്ധമായ സാംസ്കാരിക കേന്ദ്രമായ ശില്പാരാമത്തിൽ പ്രദർശനിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അതോടുകൂടി ലോക് മന്ഥന് തുടക്കമാകും. ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് ഇതിന് തൊട്ടടുത്ത് ശില്പകലാ വേദിക എന്ന മനോഹരമായ സാംസ്കാരിക നിലയത്തിൽ 2500 പ്രതിനിധികളെ സാക്ഷിയാക്കിക്കൊണ്ട്, ലോകത്തിൻ്റെ ഭിന്നഭാഗങ്ങളിൽ നിന്ന് വന്ന 50ഓളം വിദേശ പ്രതിനിധികളെ സാക്ഷിയാക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ സമാദരണീയായ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു നിർവഹിക്കും. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത അത് വിശ്വമേകം ഭവത്യേകനീടം എന്ന ഭാരതത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ, ഈ സമ്പൂർണ്ണ വിശ്വവും ഒരു കിളിക്കൂട് പോലെയാണ്, എല്ലാവരും ഒരുമിച്ച് കഴിയുന്നു എന്ന ആ സനാതന സന്ദേശത്തെ ഉച്ചത്തിൽ പ്രഖ്യാപനം ചെയ്യുന്നതാണ് ഇത്തവണത്തെ ലോക് മന്ഥൻ. അത് പറയാനുള്ള കാരണം, പ്രീ അബ്രഹാമിക് പരമ്പരയിൽ വിശ്വസിച്ച് ഇപ്പോഴും മുന്നോട്ട് പോകുന്ന യസീദി സമൂഹം, ലിത്വാനിയയിലെ റോമോ സമൂഹം, റൊമേനിയയിലെ പ്രത്യേകമായ പ്രാചീന സംസ്കൃതിയിൽപ്പെട്ട സൺസ് ഓഫ് സൺ വിഭാഗം, ഇന്തോനേഷ്യൻ ബാൽനീസ് ഗ്രൂപ്പ്, ഇവരൊക്കെ ഇത്തവണ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. തൈവാനിൽ നിന്നുള്ള, റഷ്യയിൽ നിന്നുള്ള, നെതർലാൻഡ്സിൽ നിന്നുള്ള പ്രതിനിധികളും ഇപ്രാവശ്യം പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഒപ്പം 1500-ലധികം കലാകാരന്മാരാണ് രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ കലാകാരന്മാരെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു തലമുറയ്ക്ക് പരിചിതമല്ലാത്ത കലാരൂപങ്ങൾ, ഒരു കാലത്ത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾക്ക് പോലും പരിചിതമല്ലാത്ത കലാരൂപങ്ങൾ പോലും ലോക് മന്ഥിൽ അരങ്ങേറുന്നുണ്ട്. എങ്ങനെയാണ് അത്തരത്തിലൊരു ആശയത്തിലേക്ക് എത്തിയത്? ലോക ആശയം എന്ന് പറയുന്നത്, തനത് സംസ്കാരം എന്ന് പറഞ്ഞാൽ അത്തരം കലാരൂപങ്ങളിലൂടെ, അത്തരം പാരമ്പര്യ അനുഷ്ഠാന പദ്ധതികളിലൂടെ വികസിച്ചു വന്ന ഒന്നാണ്. അതാണ് ശുദ്ധമായത്, അതാണ് മലിനമാകാത്ത സംസ്കൃതി എന്ന് പറയുന്നത്. എപ്പോഴാണോ പാശ്ചാത്യ നാഗരികതയുടെ കടന്നുകയറ്റം നമ്മുടെ നാട്ടിലേക്കുണ്ടായത്, അത്തരം വികലമായ ആശയങ്ങൾ സ്വീകരിക്കപ്പെടുകയും മനസ്സ് പരിപൂർണമായും കോളനിവൽക്കരിക്കപ്പെടുകയും ചെയ്തപ്പോഴാണ് ഇത്തരം പരമ്പരാഗത ആശയങ്ങളോടും ജീവിത രീതിയോടും സംസ്കാര പദ്ധതികളോടും കലാരൂപങ്ങളോടും പോലും നമുക്ക് മറ്റൊരു തരത്തിലുള്ളൊരു വെറുപ്പിൻ്റെ, അല്ലെങ്കിൽ ഒരു അകൽച്ചയുടെ, അല്ലെങ്കിൽ ഒരു താഴ്ചയുടെ മനോഭാവം വന്നു ചേർന്നത്. പാശ്ചാത്യ സങ്കല്പങ്ങളിൽപ്പെട്ട ഫോക്ക് എന്ന ആശയം തന്നെ രൂപപ്പെട്ടത് ഈ കോളനിവൽകൃതമായ മനസ്സുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഇതൊക്കെ ഇതൊക്കെ പ്രാകൃതമാണ്, ഇതൊക്കെ പരിഷ്കരിക്കപ്പെടാത്തതാണ് എന്നൊക്കെ. സത്യത്തിൽ ഇതാണ് പരിശുദ്ധമായത്, ഇതാണ് മൗലികമായത്. ഈ അന്ധമായ പാശ്ചാത്യ അനുകരണം കൊണ്ട് നമ്മൾ തഴഞ്ഞ ആ ആശയരൂപങ്ങളെ, ആ കലാരൂപങ്ങളെ, ആ സാംസ്കൃതിക രൂപങ്ങളെ വീണ്ടും പൊതു മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി
ചർച്ചയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ടാണ് ലോക് മന്ഥൻ ആരംഭിച്ചത്. ലോക് മന്ഥൻ ഒരർത്ഥത്തിൽ ഒരു തുടർച്ചയായി നടക്കുന്ന ഒരു സാംസ്കാരിക സംവാദത്തിൻ്റെ വേദിയാണ്. ഇത്തരം കലാരൂപങ്ങളുടെ ശക്തിപ്പെടലിന് വേണ്ടി നടത്തുന്ന വേദിയാണ്. തീർച്ചയായും ലോക് മന്ഥന്റെ ഓരോ നിമിഷങ്ങളും ജനൻ ടി വിയിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. വരും മണിക്കൂറിലും നന്ദേറിനുമായിട്ട് സംസാരിക്കാം. ലോക് മന്ഥന്റെ 2024 അല്ലെങ്കിൽ 4ാമത്തെ എഡിഷനാണ് ഇന്ന് ഭാഗ്യനഗറിൽ തുടക്കമാകുന്നത്. എല്ലാ തരത്തിലുമുള്ള കലാപരിപാടികൾ ജയനന്ദകുമാർ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന കലാരൂപങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ, അതായത് പുതിയ തലമുറയ്ക്ക് പരിചിതമല്ലാത്ത നമ്മുടെ വനവാസി വിഭാഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു കാലത്ത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന കലാരൂപങ്ങളുടെ പരിചയപ്പെടുത്തൽ, ഒപ്പം ഗൗരവമേറിയിട്ടുള്ള സാംസ്കാരിക തലത്തിലുള്ള ചർച്ചകൾ, ഇവയെല്ലാമാണ് ലോക് മന്ഥൻ പരിപാടിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലോക് മന്ഥനിലൂടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. 1500-ലധികം കലാകാരന്മാർ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1500-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഭാരതത്തിൻ്റെയും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിവിധ തരത്തിലുള്ള പ്രതിനിധികൾ ഈ ലോക് മന്ഥനിൽ പങ്കെടുക്കുന്നു. പ്രധാനപ്പെട്ട വേദിയിൽ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നാളെയാണ് നടക്കുന്നത്. രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ബഹുമാനപ്പെട്ട ദ്രൗപദി മുർമു ആ ഒരു ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കും. ഇന്ന് ലോക് മന്ഥന്റെ ഭാഗമായുള്ള പ്രദർശനിക്ക് തുടക്കമാകും. അതിന് മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുജിയാണ് അതിന് തുടക്കം കുറിക്കുന്നത്. അത്തരത്തിലൊരു വലിയ സാംസ്കാരിക ഉത്സവത്തിലേക്ക്, ആ ഉത്സവത്തിൻ്റെ ലഹരിയിലേക്ക് തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ് അല്ലെങ്കിൽ ഭാഗ്യനഗർ കടക്കുകയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. 2016 ആദ്യമായി പ്രജ്ഞാപ്രവാഹ് ഇത്തരത്തിലൊരു ആശയം മുൻപോട്ട് വയ്ക്കുന്നത് ലോക് മന്ഥൻ എന്നുള്ളത്. ആദ്യം ഭോപ്പാലിൽ, മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിലായിരുന്നു ലോക് മന്ഥൻ അരങ്ങേറിയത്. പിന്നീട് ജാർഖണ്ഡിൽ റാഞ്ചിയിൽ, അതിനുശേഷം അസാമിൽ ഗുവാഹത്തിയിൽ നടന്നു. ഇത്തവണ 4ാമത്തെ എഡിഷൻ ലോക് മന്ഥൻ തെലങ്കാനയുടെ തലസ്ഥാനമായിട്ടുള്ള ഹൈദരാബാദിൽ അരങ്ങേറുകയാണ്. വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ, ആവിഷ്കാരങ്ങൾ, ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ അവതരിപ്പിക്കുന്ന കലാരൂപങ്ങൾ, ഇവയെല്ലാം തന്നെ അരങ്ങേറുന്നുണ്ട്. ഇപ്പോൾ ഈ ലോക് മന്ഥൻ പരിപാടിയുടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രദീപ് നമ്പ്യാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വിവിധ തരത്തിലുള്ള ആളുകൾ എത്തുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ തെലങ്കാനയിൽ ഈ ലോക് മന്ഥനുമായി ബന്ധപ്പെട്ട ഒരുക്കിയിട്ടുണ്ട്. അതിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും ചർച്ചയാകുന്നത് നിലവിൽ ഭാരതം ഒരു വലിയ രീതിയിൽ അത് സാമ്പത്തികമായും ആശയപരമായും ലോകത്തിൻ്റെ നെറുകയിലേക്കുള്ള യാത്രയിലാണ്. അത്തരത്തിൽ ഭാരതത്തിൻ്റെ സംസ്കാരം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അതിൽ എത്രത്തോളം നമ്മൾ ആ സംസ്കാരത്തെ മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച ഗൗരവമുള്ള ചർച്ചകൾ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന ജിഷ്ണുവിലേക്ക് വരാം.